എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിഷയത്തെക്കുറിച്ചാണ്. പുരാതനമായ അറിവുകൾ അത് സംരക്ഷിക്കാനുള്ളൊരു പോരാട്ടത്തിന്റെ കഥ. അതെ, ബയോപൈറസി അഥവാ ജൈവചൂഷണം. ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഒരു ചോദ്യത്തോടെ തുടങ്ങാം, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്ന ആയിരക്കണക്കിന് വർഷങ്ങളായി കൈമാറി വന്ന അറിവുകൾ, അതിനാർക്കെങ്കിലും പേറ്റന്റ് എടുക്കാൻ പറ്റുമോ? അതായത് ആ അറിവ് അവരുടെ സ്വന്തമാണെന്ന് പറയാൻ സാധിക്കുമോ? ഒരുപക്ഷേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷേ സംഭവിച്ചതാണ്. 1995-ൽ അമേരിക്കയിൽ ഒരു പേറ്റന്റ് കൊടുത്തു. എന്തിനാണെന്നോ? മുറിവുണക്കാനുള്ള മഞ്ഞളിന്റെ കഴിവിന്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നമ്മുടെയെല്ലാം അടുക്കളയിലിരിക്കുന്ന അതേ മഞ്ഞളിന്. ഈ മഞ്ഞളിന്റെ സംഭവം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താണ് ഈ ബയോപൈറസി എന്ന് പറയുന്നത്? സത്യം പറഞ്ഞാൽ ഇതൊരു തരം ആധുനിക കാലത്തെ ഒരു വിജ്ഞാനമോഷണം തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാലേ, ഇങ്ങനെ ആലോചിച്ചു നോക്കൂ. ഒരു നാട്ടിൽ ഒരുപാട് കാലമായി ഉപയോഗിക്കുന്ന ഒരു ചെടിയോ അതുമായി ബന്ധപ്പെട്ട ഒരു അറിവോ ഉണ്ടെന്ന് വെക്കുക. ആ നാട്ടുകാർക്ക് അതിൻ്റെ ഗുണങ്ങളെല്ലാം അറിയാം. വേറൊരാൾ വന്നിട്ട് ആ നാട്ടുകാർക്കൊരു അംഗീകാരമോ അതിൻ്റെ ലാഭവിഹിതമോ ഒന്നും കൊടുക്കാതെ ആ അറിവ് സ്വന്തം പേരിലാക്കുന്നു. അതിനെയാണ് നമ്മൾ ബയോപൈറസി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു തരം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി മോഷണം തന്നെയാണ്. ഇന്ത്യക്കിത് ഒരുപാട് തവണ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. നമുക്ക് വർഷങ്ങളായി അറിയാവുന്ന വേപ്പിന്റെയും മഞ്ഞളിന്റെയും ഒക്കെ ഔഷധ ഗുണങ്ങൾക്ക് വിദേശ കമ്പനികൾ പേറ്റന്റ് എടുത്തു. ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തിനേറെ പറയുന്നു, നമ്മുടെ ബസുമതി അരിയില്ലേ, അതിനുവരെ ഒരു അമേരിക്കൻ കമ്പനി പേറ്റന്റ് നേടാൻ ശ്രമം നടത്തി. ഇത് തമാശയല്ല. ഇത് നമ്മുടെ കർഷകർക്കും നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്കും ഉണ്ടാക്കിയ ഭീഷണി വളരെ വലുതായിരുന്നു. പക്ഷേ ഇന്ത്യ വെറുതെ ഇരുന്നില്ല. ഒരു ഇരയായി ഒതുങ്ങാൻ നമ്മൾ തയ്യാറായിരുന്നില്ല. ഈ ചൂഷണത്തിനെതിരെ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങി. സ്വന്തമായൊരു പ്രതിരോധ കവചം തന്നെ പണിതു. ആ പോരാട്ടത്തിന്റെ കഥയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാന ആയുധം നിയമമായിരുന്നു. ഇത് തുടങ്ങിയത് 1992-ലെ ഒരു അന്താരാഷ്ട്ര കൺവെൻഷനിലൂടെയാണ്. അത് ഓരോ രാജ്യത്തിനും അവരുടെ ജൈവ വിഭവങ്ങളുടെ മേൽ അധികാരം നൽകി. ഇതൊരു വലിയ തുടക്കമായിരുന്നു. ഇതിന്റെ ബലത്തിൽ ഇന്ത്യ 2001-ലും 2002-ലുമൊക്കെയായി നമ്മുടെ കർഷകരെയും ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കാൻ വേണ്ടി കിടിലൻ നിയമങ്ങൾ കൊണ്ടുവന്നു. പിന്നീട് 2010-ൽ വന്ന നഗോയ പ്രോട്ടോക്കോൾ ഇതിനൊരു ഗ്ലോബൽ സപ്പോർട്ട് കൂടി കൊടുത്തു. അപ്പോൾ ഈ നിയമങ്ങൾ ശരിക്കും എന്താണ് ചെയ്തതെന്ന് നോക്കാം. ഒന്നാമതായി, ഈ അറിവുകൾ ഉപയോഗിച്ച് ആരെങ്കിലും ലാഭമുണ്ടാക്കിയാൽ അതിൻ്റെ ഒരു പങ്ക് തദ്ദേശീയ സമൂഹങ്ങൾക്ക് കൊടുക്കണമെന്ന് നിർബന്ധമാക്കി. പിന്നെ ഏതെങ്കിലും വിദേശ കമ്പനിക്ക് നമ്മുടെ ജൈവ വിഭവങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അവർ ആദ്യം പെർമിഷൻ എടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പരമ്പരാഗത അറിവുകൾക്ക് പേറ്റന്റ് കൊടുക്കുന്നത് നിർത്തി. കാരണം അത് പുതിയൊരു കണ്ടുപിടുത്തമല്ലല്ലോ. അതോടൊപ്പം ബസുമതി അരിയെപ്പോലെയുള്ള നമ്മുടെ സ്വന്തം ഉൽപ്പന്നങ്ങൾക്ക് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അഥവാ GI ടാഗ് നൽകി സംരക്ഷിച്ചു. നിയമം ഒരു ഭാഗത്ത് ശക്തമായപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ മറ്റൊരു സൂപ്പർ വെപ്പൺ കൂടി വന്നു. ബയോപൈറസിയെ നേരിടാൻ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു രഹസ്യ ആയുധം. കേൾക്കാൻ റെഡിയല്ലേ? ഇതാണ് ആ സംഭവം. ട്രഡീഷണൽ നോളജ് ഡിജിറ്റൽ ലൈബ്രറി, അല്ലെങ്കിൽ നമ്മൾ TKDL എന്ന് പറയും. എന്താണിത്? വളരെ സിമ്പിൾ. ഇന്ത്യയുടെ പുരാതനമായ അറിവുകൾ, ആയുർവേദ ഗ്രന്ഥങ്ങളിലുള്ളത്, നാട്ടറിവുകൾ, ഇതെല്ലാം ഡിജിറ്റൽ രൂപത്തിലാക്കി ഒരു വലിയ ഡാറ്റാബേസ് ഉണ്ടാക്കി. മുൻപ് പറ്റിയ അബദ്ധങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു കിടിലൻ ഐഡിയ ആയിരുന്നു ഇത്. TKDLന്റെ ബുദ്ധി എവിടെയാണെന്നറിയാമോ? പണ്ടെന്തായിരുന്നു പ്രശ്നം? നമ്മുടെ ഈ അറിവുകളെല്ലാം സംസ്കൃതം, തമിഴ് പോലുള്ള പ്രാചീന ഭാഷകളിലായിരുന്നു. അപ്പോൾ അമേരിക്കയിലോ യൂറോപ്പിലോ ഇരിക്കുന്ന ഒരു പേറ്റന്റ് എക്സാമിനർക്ക് ഇത് വായിച്ചാലൊന്നും മനസ്സിലാവില്ല. എന്നാൽ TKDL എന്തു ചെയ്തു? ഈ അറിവുകളെല്ലാം ഇംഗ്ലീഷ്, ജർമ്മൻ, ഫ്രഞ്ച്, സ്പാനിഷ്, ജാപ്പനീസ് ഇങ്ങനെ 5 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി. അതിന്റെ ഗുണമെന്താണെന്നോ? ഇനി ആരെങ്കിലും ഒരു പേറ്റന്റിന് അപേക്ഷിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പറയാം, ഹലോ, ഇത് പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല, ഇത് ഞങ്ങളുടെ കയ്യിൽ പണ്ടേ ഉള്ള അറിവാണ്, ഇതാ തെളിവ്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളും പക്ഷേ ഭയങ്കര എഫക്റ്റീവുമാണ്. ഒരു കമ്പനി നമ്മുടെ പരമ്പരാഗത അറിവുമായി ബന്ധപ്പെട്ട എന്തിനെങ്കിലും പേറ്റന്റിന് അപേക്ഷിക്കുന്നു. ഉടൻ തന്നെ TKDL ടീമിന് ഒരു ഓട്ടോമാറ്റിക് അലർട്ട് കിട്ടും. അവരുടൻ തന്നെ അവരുടെ ഡേറ്റാബേസിൽ തിരയും. സംഗതി നമ്മുടെ ഡേറ്റാബേസിലുണ്ടെങ്കിൽ അവർ ആ തെളിവെടുത്ത് നേരെ പേറ്റന്റ് ഓഫീസിലേക്ക് അയക്കും. അത്രയുള്ളൂ. ആ തെളിവ് കാണുന്നതോടെ പേറ്റന്റ് അപേക്ഷ തള്ളിക്കളയും. സിമ്പിൾ, പവർഫുൾ. ഇതിന്റെയൊക്കെ ഫലം എന്തായെന്നല്ലേ? കേട്ടോളൂ. ഇന്നേ വരെ 200-ലധികം തെറ്റായ പേറ്റന്റുകളാണ് TKDL എന്ന ഈ ഒരൊറ്റ സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യ തടഞ്ഞത്. ഇതൊരു ചെറിയ കാര്യമല്ല, ശരിയല്ലേ? ഏതൊക്കെ അറിവുകളാണ് സംരക്ഷിക്കപ്പെട്ടതെന്നോ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. വേപ്പെണ്ണ, പ്രമേഹത്തിനുപയോഗിക്കുന്ന ഞാവൽക്കുരു, കരിഞ്ജീരകം, ഇഞ്ചി, തുളസി, അശ്വഗന്ധ, അങ്ങനെ നൂറുകണക്കിന് നാട്ടറിവുകളാണ് ഈ ഡിജിറ്റൽ കവചം ഇന്ന് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
ഈയൊരു യുദ്ധത്തിൽ ഇന്ത്യക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞു. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഈ പോരാട്ടം ഇപ്പോൾ പുതിയ രൂപങ്ങളും ഭാവങ്ങളും കൈവരിക്കുകയാണ്. എന്താണ് അടുത്ത വെല്ലുവിളിയെന്ന് നോക്കാം. ഇതാണ് പുതിയ തലവേദന, ഡിജിറ്റൽ ബയോപൈറസി. സംഭവം പറയുന്നത് തന്നെ, പക്ഷേ രീതി പുതിയതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI, പിന്നെ വലിയ വലിയ ഓൺലൈൻ ഡേറ്റാബേസുകൾ, ഇതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ജനിതക വിവരങ്ങൾ വരെ ആർക്കും ചോർത്താം. എന്നിട്ട് അതിന് പേറ്റന്റ് നേടാം. നമ്മുടെ അനുവാദമോ അതിൽ നിന്ന് നമുക്കൊരു പ്രയോജനമോ ഇല്ലാതെ തന്നെ. ടെക്നോളജി വളരുമ്പോൾ പുതിയ വഴികളും പഴുതുകളും തുറക്കുകയാണ്. അപ്പോ നമ്മൾ ശരിക്കും ഒരു പുതിയ ലോകത്തിന്റെ തുടക്കത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രകൃതിയുടെ കോടിക്കണക്കിന് വർഷത്തെ രഹസ്യങ്ങൾ ഒന്നൊന്നായി കണ്ടെത്തി തുടങ്ങുമ്പോൾ ആ അറിവിന്റെ, ആ സോഴ്സ് കോഡിന്റെ ഉടമസ്ഥൻ ആരായിരിക്കും? ഇത് വരും കാലം നമ്മളോട് ചോദിക്കുന്ന, നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ട ഒരു വലിയ ചോദ്യമാണ്.